ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഉയർപ്പിൻ്റെ ഈസ്റ്ററിൻ്റെ ചിന്തകളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. ഈശോയുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ അത് ദുഃഖവെള്ളി കഴിഞ്ഞ് നിശബ്ദ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ചയുടെ ഈസ്റ്റർ അല്ലെങ്കിൽ ഉയർപ്പിലേക്ക് മാത്രമല്ല എത്തി നിൽക്കേണ്ടത്. ഈശോയുടെ ജീവിതം മുഴുവൻ ഒരു ഉയർപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം തന്നെ നമുക്ക് ചിന്തിക്കാം. ഒരിക്കലും ഒരു മനുഷ്യനോ ആർക്കും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ദൈവം കന്യകയായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. ഈ ചിന്ത തന്നെ ഉയർപ്പിൻ്റെ ചിന്തയാണ്. കന്യകയിൽ നിന്നും ദൈവം ജനിക്കുന്നു. രണ്ടാമതായിട്ട് പറയുമ്പോൾ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. ദൈവിക പദ്ധതി അനുസരിച്ചാണെങ്കിലും മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നില്ലേ? അപ്പോൾ 2 വയസ്സുകാരനായ കുഞ്ഞിന് ഉയർത്തെഴുന്നേറ്റവനായിട്ട് വലിയ ചക്രവർത്തിയായ ഹെറോദേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ അതൊരു ഉയർപ്പാണ്. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നൊരു ചിന്ത, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുമക്കളെയൊക്കെ നശിപ്പിക്കാമെന്ന ചിന്ത, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് രക്ഷിച്ചെടുക്കേണ്ടതെന്നുള്ള വലിയ ഉയർപ്പിൻ്റെ ചിന്തയല്ലേ ഈശോയുടെ ഉയർപ്പിനോട് ചേർത്ത് വെച്ച് നമ്മൾ ആഘോഷിക്കേണ്ടത്, ആചരിക്കേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാം, 12 വയസ്സുള്ള ബാലനായ ഈശോ ദേവാലയത്തിൽ ദൈവശാസ്ത്രം സംസാരിക്കുന്നു. പണ്ഡിതന്മാരോടുകൂടി ദൈവശാസ്ത്രജ്ഞന്മാരോട് തർക്കിച്ച് തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും തൻ്റെ ദൈവത്തെക്കുറിച്ചുമൊക്കെ തർക്കിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമുക്കറിയാം 12 വയസ്സെന്ന് പറഞ്ഞാൽ സ്ഥൈര്യലേപനത്തിൻ്റെ പ്രായമാണ്. നമ്മുടെ ഏത് മക്കളാണ് ഇന്ന് ദൈവവിശ്വാസം താൻ വിശ്വസിക്കുന്നത് പ്രഖ്യാപിക്കുവാനായിട്ട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നുണ്ടാവാം, പക്ഷേ വിശ്വാസത്തെക്കുറിച്ച് തർക്കിക്കുവാനും ദൈവത്തെക്കുറിച്ച് പറയുവാനുമുള്ള ധൈര്യമുള്ള ഉയർത്തെഴുന്നേറ്റ എത്ര ബാലന്മാരുണ്ട്, ബാലികമാരുണ്ട്. ഇവിടെയാണ് ഉയർപ്പ്. വീണ്ടും ഈശോയെ നമ്മൾ കാണുന്നത് 30 വയസ്സുള്ള യുവാവായ ആ വ്യക്തിയിൽ നിന്നാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് ബോധ്യത്തോടുകൂടി ഈശോ കടന്നു വരുന്നു. വ്യത്യസ്തമായ രീതിയിൽ അന്നുണ്ടായിരുന്ന ആ സമൂഹത്തെ മുഴുവൻ ശക്തിപ്പെടുത്തുവാനുള്ള ചങ്കൂറ്റമുള്ള നട്ടെല്ലുള്ളൊരു ചെറുപ്പക്കാരൻ, അന്ന് നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളെയും അന്ന് നിലനിന്നിരുന്ന വാഴ്ചകളൊക്കെ അട്ടിമറിക്കുവാനുള്ള ധൈര്യമുള്ള വ്യക്തിത്വം, സമൂഹത്തിൽ അതും പതിച്ചു പോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ടവനോടും ചുങ്കക്കാരോടും സ്ത്രീകളോടുമൊക്കെ വളരെ സ്നേഹം കാണിച്ചുകൊണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവപുത്രൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിമോചന ശക്തി, ഇത് തന്നെയല്ലേ ഉയർപ്പ്? നമ്മുടെ ജീവിതത്തിൽ യുവാക്കന്മാർ, യുവതികൾ ഇന്ന് ഭൗതികമായ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്ന് വീണു പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയാൽ നിറഞ്ഞ് ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ് എന്ന ചൈതന്യത്തോടു കൂടി ഏറ്റുപറയുമ്പോൾ, ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ജീവിതം ഉയർപ്പിൻ്റെ ജീവിതമാണ്. ഉയർപ്പ് അത് ശരീരത്തിൻ്റെ ഉയർപ്പാണ്. ഭൗതികമായ ഈ ശരീരം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആത്മീയരായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ വിളി, ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് വിജയിപ്പിച്ചെടുക്കണമെന്ന്
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ഉൾക്കൊള്ളുവാനുള്ള വലിയൊരു വിളി, ശരീരത്തിനെ ഉയർപ്പിക്കുക. ശരീരത്തിനെ ഉയർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മ ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന മനോഭാവം അത് ഈശോയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ ശക്തമായ പ്രേരണയാണ്. അപ്പോൾ ശരീരത്തെ ജയിച്ചുകൊണ്ട്, ലോകത്തെ ജയിച്ചുകൊണ്ട്, പാപത്തെ ജയിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ മറ്റ് പ്രലോഭനങ്ങളെയൊക്കെ നേരിട്ട് മുന്നോട്ട് ജീവിക്കുവാനുള്ള വലിയ ഒരു വിളിയാണ് ഉയർപ്പ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശൈശവത്തിലും, ഒരു മനുഷ്യൻ്റെ ബാല്യകാലത്തിലും, ഒരു മനുഷ്യൻ്റെ യുവത്വത്തിലും, ഒരു മനുഷ്യൻ്റെ വാർദ്ധക്യത്തിലും നമ്മൾ ഉയർപ്പിക്കപ്പെട്ടവരായി നല്ല ചിന്തയോടെ, ആത്മീയ ചിന്തയോടെ ഉയർന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുക, നമ്മളെല്ലാവരും ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈശോയെപ്പോലെ ഉത്തിതരായി ജീവിക്കുവാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.